പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 5th ചാപ്റ്ററാണ്, കെമിക്കൽ കൈനറ്റിക്സ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷനായിട്ട്. ഡു യു നോ ദാറ്റ് ദ കിച്ചൺ ഇൻ അവർ ഹോംസ് ഈസ് എ കെമിക്കൽ ലബോറട്ടറി. സെവറൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ് ദർ. നമുക്കറിയാം, നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ലബോറട്ടറിയാണ്. അവിടെ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും നടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ നമ്മൾ റൂട്ടീൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ വാട്ടർ ബോയിൽ ചെയ്യും. അപ്പോൾ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് ഫോമാണ്. അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന ഒരു ലബോറട്ടറിയാണ് കിച്ചൺ എന്നാണ് ഇവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് പേജിൽ ക്ലാസിഫൈ ദ പ്രോസസ് ഗിവൺ ബിലോ ഇൻറ്റു ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ടേബിൾ 5.1. അവിടെ തന്നിട്ടുള്ള കാര്യങ്ങളെ ആ പ്രോസസ്സിനെ ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചതാണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ചേഞ്ചാണ്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും തിരിച്ചും അതേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയാം. നമുക്ക് ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ആവും. ആ വാട്ടറിന് വീണ്ടും ഫ്രീസ് ചെയ്താൽ നമുക്ക് ഐസ് തന്നെയാക്കി മാറ്റാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ടെമ്പററി ചേഞ്ചാണ് ഫിസിക്കൽ ചേഞ്ച്. നേരെ മറിച്ച് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അതേ രൂപത്തിൽ തന്നെ, അതൊരു പെർമനൻറ്റ് ചേഞ്ച് ആയിരിക്കും. ആദ്യത്തെ രൂപത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നാണ് പറയുക. നമ്മൾ ബേണിംഗ് ഓഫ് വുഡ് പറയുന്നുണ്ട്. അതായത് വിറക് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശാണ് കിട്ടുക. ആശിനെ ഒരിക്കലും വീണ്ടും നമുക്ക് വിറകാക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള ചേഞ്ചസിനാണ്, പെർമനൻറ്റ് ചേഞ്ചസിനാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. സോ നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് മെൽറ്റിംഗ് ഓഫ് ഐസ്. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം നമുക്ക് ഐസിനെ മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആക്കാം, വാട്ടറിനെ വീണ്ടും ഐസാക്കി മാറ്റാം. നെക്സ്റ്റ് ബേണിംഗ് ഓഫ് വുഡ്, ഇതൊരു കെമിക്കൽ ചേഞ്ചാണ്. ദെൻ കേഡ്ലിംഗ് ഓഫ് മിൽക്ക്, പാല് തൈരാവുന്നത്, അതും ഒരു കെമിക്കൽ ചേഞ്ചാണ്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ, അതായത് വാട്ടറിൽ ഷുഗർ ഡിസോൾവ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. കാരണം നമുക്ക് ക്രിസ്റ്റലൈസേഷൻ വഴി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഷുഗർ സൊല്യൂഷനെ നമുക്ക് ഷുഗറാക്കി മാറ്റാൻ പറ്റും. സോ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് അത് മാത്രമായിരിക്കും. ദെൻ ബോയിലിംഗ് ഓഫ് വാട്ടർ, അതും ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ആർ ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ടെക്നോളജി, കൾച്ചർ ആൻഡ് എവറിഡേ ലൈഫ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അതേപോലെ ടെക്നോളജിയുടെയും കൾച്ചറിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് സച്ച് ആസ് ബേണിംഗ് ഫ്യൂവൽസ്, സ്മെൽറ്റിംഗ് അയൺ, മേക്കിംഗ് ഗ്ലാസ് ആൻഡ് പോട്ടറി, പ്രിപ്പയറിംഗ് വൈൻ ആൻഡ് ചീസ് ഹാവ് ബീൻ നോൺ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. നമുക്ക് ഓൾറെഡി അറിയാം, സോഷ്യലിൽ പഠിച്ചിട്ടുണ്ടാകും, പാലിയോലിത്തിക് ഏജ് മുതൽ, അതായത് പണ്ട് മുതലേ ഗ്ലാസും പോട്ടറിയും ഒക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ പ്രിപ്പയറിങ് വൈൻ ആൻഡ് ചീസ്, ഇതൊക്കെ അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ന്യൂമറസ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ ദ കോംപ്ലക്സ് പ്രോസസ് ദാറ്റ് ഒക്കർ ഇൻ ദ എർത്ത് സർഫസ്, അറ്റ്മോസ്ഫിയർ, ഓഷ്യൻസ് ആൻഡ് ലിവിങ് ഓർഗാനിസം. അതായത് ധാരാളം കെമിക്കൽ റിയാക്ഷൻ പല കോംപ്ലക്സ് പ്രോസസ്സിലും നടക്കുന്നുണ്ട്. എർത്തിൻ്റെ സർഫസിലായാലും അറ്റ്മോസ്ഫിയറിലായാലും ഓഷ്യൻസിലും ലിവിങ് ഓർഗാനിസത്തിലൊക്കെ പല ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. യു ഹാവ് ലേൺഡ് ദാറ്റ് കെമിക്കൽ ചേഞ്ച് ഈസ് എ ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ മാറ്റർ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. അതായത് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റർ നടക്കുന്നതാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്, ഒന്നോ അതിൽ കൂടുതൽ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. മോർ ഓവർ കെമിക്കൽ ചേഞ്ചസ് ആർ അക്കോമ്പനീഡ് ബൈ എ ചേഞ്ച് ഇൻ എനർജി. ഇത് കൂടാതെ കെമിക്കൽ ചേഞ്ചസ് നടക്കുമ്പോൾ ഒക്കെ അവിടെ എന്തെങ്കിലും ഒരു എനർജി ചേഞ്ച് ഉണ്ടാവും. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതെന്നും അതിൻ്റെ റിസൾട്ട് എന്നും. ടേക്ക് സം ഷുഗർ ഇൻ എ സ്പാച്ചുല ആൻഡ് ഹീറ്റ് ഇൻ എ ബുൺസൺ ബർണർ. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഷുഗർ കാൻഡിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് എന്ത് ചെയ്യുക, ഷുഗർ ചൂടാക്കുക. ഷുഗറിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C12H22O11 എന്നാണ്. നമ്മളൊരു സ്പാച്ചുലയിൽ എടുത്തില്ലേ ചെറിയൊരു, നമ്മൾ ലാബിലൊക്കെ കെമിക്കൽസൊക്കെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയ സ്പൂണ്, ആ സ്പാച്ചുല എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ സ്പൂണിലോ പാത്രത്തിലൊക്കെ വെച്ചിട്ടൊക്കെ പഞ്ചസാര ഹീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ചൂടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, ആദ്യം അത് ബ്രൗൺ കളറിലേക്ക് മാറും. പിന്നെ നമ്മൾ വീണ്ടും ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ബ്ലാക്ക് കളറിലേക്ക് മാറും. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഷുഗറിൽ കാർബണും ഹൈഡ്രജനും വാട്ടറും അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം വാട്ടറിൻ്റെ ഫോമുല H2O എന്നാണ്. ഇവിടെ വാട്ടറും അതേപോലെ H22O11 എന്ന ഫോമുലയിലാണ് അതായത് എന്ത് ചെയ്യുക, ഹൈഡ്രജൻ്റെ നേർപകുതിയാണ് ഓക്സിജൻ വരുന്നത്, അതായത് വാട്ടറിൻ്റെ ഫോമുലയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ
പഞ്ചസാരനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്ടറും ഫോം ചെയ്യും, അതിൻ്റെ കൂടെ ബാക്കി ഉണ്ടാവുന്നത് കാർബണാണ്. ഈ കാർബണാണ് ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ കരിയായിട്ട് മാറുന്നത്. സോ വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ്? ഇവിടെ കിട്ടുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും. ദെൻ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, ടേക്ക് സം സോഡിയം കാർബണേറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് 2 to 3 ml ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ടു ഇറ്റ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് സോഡിയം കാർബണേറ്റ് എടുക്കാനാണ് പറയുന്നത്. അതിലേക്ക് 2-3 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ഈ സമയത്ത് അവിടെ എന്തുണ്ടാവും? ഒരു ബബിൾസ് ഫോം ചെയ്യും. ഇത് നമ്മൾ ബ്രിസ്ക് എഫർവസൻസ് എന്നാണ് പറയുക, അതായത് ബബിൾ ഫോമേഷന്. അപ്പോൾ അവിടെ ഒരു ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഈ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. അതായത് സോഡിയം കാർബണേറ്റിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സോഡിയം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡാണ് ബബിൾസ് ഫോം ചെയ്യുന്നത്. തന്നെ അവിടെ തേർഡ് എക്സ്പെരിമെൻ്റ് ആയിട്ട് വരുന്നത്, ആഡ് 2 to 3 ml ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ടു 2 to 3 ml ഓഫ് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന ലെഡ് അസറ്റേറ്റ് സൊല്യൂഷനിലേക്ക് 2 to 3 ml പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ ഫിഗർ 5.2 ഇവിടെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറ് കാണുന്നുണ്ട് അല്ലേ? അതായത് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ദ പ്രൊഡക്റ്റ് ഫോംഡ്? അതായത് ഈ പ്രൊഡക്റ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിലായിട്ടാണ്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് കളർ? നമുക്കറിയാം യെല്ലോ കളറാണ്. അതായത് ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണ്. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്ത സബ്സ്റ്റൻസിനാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുക, വെള്ളത്തിൽ അലിയാത്ത സബ്സ്റ്റൻസ്. അപ്പോൾ ഇവിടെ യെല്ലോ കളറുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഫോം ചെയ്യുന്നത്. ദെൻ ഫോർത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടേക്ക് സം അയൺ സൾഫൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് 2 to 3 ml ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ് ആൻഡ് ഹീറ്റ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ അയൺ സൾഫൈഡ് എടുക്കുക, അതിലേക്ക് 2-3 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫൗൾ സ്മെല്ലായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക, നമുക്ക് കിട്ടുക. ഈസ് ദ സ്മെൽ ഫെമിലിയർ? ഈ സ്മെല്ല് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണ്. അതായത് ഈ സ്മെല്ലിന് കാരണം ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസാണ്. ഈ ഗ്യാസിന് റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലായിരിക്കും, കാരണം ചീന കോഴിമുട്ടയുടെ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഹൈഡ്രജൻ സൾഫൈഡ് ഫോം ചെയ്യുകയാണ്. ആ ഗ്യാസിൻ്റെ സ്മെല്ലാണ് നമുക്കവിടെ പിന്നെ അറിയാൻ കഴിയുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇത്രയും ചെയ്ത 4 എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനും. അതായത് എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഹൗ ദ കെമിക്കൽ ചേഞ്ച് ഈസ് ഐഡൻറ്റിഫൈഡ്, എങ്ങനെയാണ് ഈ കെമിക്കൽ ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ദ കളർ ഓഫ് ഷുഗർ ചേഞ്ചഡ്, അതായത് വൈറ്റ് കളറായിട്ടുള്ള ഷുഗർ ബ്ലാക്ക് കളറിലേക്ക് മാറും. അപ്പോൾ ആ കളറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ നിന്ന്, അതായത് നമ്മളവിടെ പറഞ്ഞു ബ്രിസ്ക് എഫർവസൻസ് അല്ലെങ്കിൽ അവിടെ ബബിൾ ഫോം ചെയ്യുന്നുണ്ട്, അപ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അപ്പോൾ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ തേർഡ് എക്സ്പെരിമെൻറ്റിൽ ഫോമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്, ഈ യെല്ലോ കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇൻ ദ ഫോർത്ത് എക്സ്പെരിമെൻറ്റ് ഫ്രം ദ സ്മെൽ, അതായത് സ്മെല്ലിൽ നിന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് 2 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും കെമിക്കൽ റിയാക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സും, അതായത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ 4 ടൈപ്പ് കെമിക്കൽ റിയാക്ഷനാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷനാണ്. സെക്കൻഡ് വൺ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. തേർഡ് വൺ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. It can be understood that the chemical change resulting from chemical reaction can be identified by the color change, the gas liberated, the smell experienced or the product precipitated. അതായത് നമുക്ക് എന്ത് ചെയ്യാം? സ്മെല്ലിൽ നിന്നോ കളർ ചേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നതിൽ നിന്നോ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതിൽ നിന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ ചേഞ്ചസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ലെറ്റ് us see how chemical reaction can be classified based on the product formed. ഇനി പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ടേക്ക് സം ക്യുക്ക് ലൈം ഇൻ എ ബീക്കർ, pour some water into it, touch the beaker, what do you observe?
അതായത് ക്യുക്ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡാണ്. ഇവിടെ കാൽസ്യം ഓക്സൈഡിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഹിയർ കാൽസ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇറ്റ് ഈസ് ആൻ എക്സോതേർമിക് റിയാക്ഷൻ ആസ് വെൽ. നമുക്കറിയാം നമ്മൾ അതായത് കാൽസ്യം ഓക്സൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ബീക്കർ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും. കാരണം കാൽസ്യം ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സോതേർമിക് റിയാക്ഷനാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് റിയാക്ഷനാണ് നമ്മൾ എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറയാം. ദെൻ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഏതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CaO+H2O ഗീവ്സ് CaOH ട്വൈസ്. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. കാൽസ്യം ഓക്സൈഡും വാട്ടറും ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. എക്സാമിൻ ദ ഇക്വേഷൻ ഓഫ് അനദർ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ. ഇവിടെ മറ്റൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള. N2+3H2 ഗീവ്സ് 2NH3. അതായത് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നൊരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് കമ്പൈൻഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ കമ്പൈൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ദെൻ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NH3 അമോണിയ ആയിരിക്കും. ലെറ്റ് us examine another reaction. 2SO2 plus O2 gives 2SO3. Then the reaction in which two or more simple substances combine to form a compound is called combination reaction. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് എക്സാമ്പിൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. മറ്റൊരു എക്സാമ്പിൾ C+O2 gives CO2. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുക. നമ്മൾ ഈ എക്സാമ്പിളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ റിയാക്റ്റൻസ് 2 or more റിയാക്റ്റൻസ്, രണ്ടോ അതിൽ കൂടുതലോ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത്തരം റിയാക്ഷനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിയാക്ഷൻ ഇൻ വിച്ച് 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട്. അതായത് രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷന് കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. അത് ഓർത്ത് വെക്കാൻ സിമ്പിളാണല്ലോ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്ത് നടക്കുന്ന റിയാക്ഷനാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനായിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ A+B ഗീവ് C എന്ന് പറയാം. അതായത് എയും ബിയും രണ്ട് സബ്സ്റ്റൻസസ് ആണ്, അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസ് ആണ് കിട്ടുക, ഒരു സിംഗിൾ കോമ്പൗണ്ടാണ് കിട്ടുക. A+B ഗിവ് C എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ സിമ്പിളായിരിക്കും. ദെൻ ക്യാൻ യു ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. അല്ലെ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻ റിയാക്ഷൻസ് അറിയാം. ദെൻ ടേക്ക് 3 gram ഓഫ് അമോണിയം ഡൈക്രോമേറ്റ് ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. കവർ ദി മൗത്ത് ഓഫ് ദ ഫ്ലാസ്ക് വിത്ത് കോട്ടൺ ആൻഡ് ഹീറ്റ് ഇറ്റ്. അതായത് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ അമോണിയം ഡൈക്രോമേറ്റ് ആണ് എടുക്കാൻ പറയുന്നത്. ആ ഡൈക്രോമേറ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ മൗത്ത്, ആ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ മൗത്ത് കോട്ടൺ വെച്ചിട്ട് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ ഹീറ്റ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ്. അതായത് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറായിരിക്കും അമോണിയം ഡൈക്രോമേറ്റിൻ എന്ന് പറയുന്നത്. ആ ഒരു കളർ എന്ത് ചെയ്യും, അത് കളർ ചേഞ്ച് ചെയ്തിട്ട് ഗ്രീൻ കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമോണിയം ഡൈക്രോമേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ക്രോമിയം ട്രയോക്സൈഡും വാട്ടറും നൈട്രജനുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് വെൻ അമോണിയം ഡൈക്രോമേറ്റ് അണ്ടർഗോ തെർമൽ ഡീകമ്പോസിഷൻ, ക്രോമിയം ട്രയോക്സൈഡ്, വാട്ടർ വേപ്പർ ആൻഡ് നൈട്രജൻ ആർ ഫോംഡ്. ദെൻ എക്സാമിൻ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ മറ്റൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2PbNO3 ട്വൈസ് ഗീവ്സ് 2PbO plus 4NO2 plus O2. അതായത് ലെഡ് നൈട്രേറ്റ് ആണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലെഡ് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും നമുക്കിവിടെ കിട്ടുന്നത്. ദെൻ മറ്റൊരു ഇക്വേഷനാണ് CaCO3 ഗീവ്സ് CaO plus CO2. ഇവിടെ ഈ ആരോമാർക്ക് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് അത് ഗ്യാസ് ആയതുകൊണ്ടാണ്, ഗ്യാസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് ദെൻ വിച്ച് സബ്സ്റ്റൻസസ് അണ്ടർ ഇവൻറ്റ് ഡീകമ്പോസിഷൻ. ഇതിലേതിനാണ് ഡീകമ്പോസിഷൻ നടക്കുന്നത്? CaCO3 കാൽസ്യം കാർബണേറ്റിന്. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ്? CaO ആൻഡ് CO2 കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ എന്ത് ചെയ്യുക, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു കോമ്പൗണ്ടാണുള്ളത്. ആ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 or more കോമ്പൗണ്ട്സ് ആയിട്ട് മാറുകയാണ്, 2 or more സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ഇവിടെ നടക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുന്നത്. സോ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ദ പ്രോസസ്
ബൈ വിച്ച് എ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ഇൻ ടു 2 or more സബ്സ്റ്റൻസ്. അതായത് ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 അതിൽ കൂടുതലോ ന്യൂ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ അത്തരം റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ സിമ്പിളാണല്ലോ, ഡീകമ്പോസ് ചെയ്യുകയാണ്. അതായത് ഒരു മെയിൻ കോമ്പൗണ്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യുകയാണ്. ഡീകമ്പോസ് ചെയ്ത് 2 അതിൽ കൂടുതലോ പിന്നെ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റിയാക്ഷനും കഴിഞ്ഞു. അത് ഓർത്ത് വെക്കാൻ നമുക്കൊരു സിമ്പിൾ കോഡ് യൂസ് ചെയ്യാം. എ ഗീവ്സ് B+C. അതായത് എ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താവും, ബിയും സിയും എന്ന് പറഞ്ഞിട്ടുള്ള 2 സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. then ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹീറ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ കാർബണേറ്റ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ്? വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ്? റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. അതായത് കോപ്പർ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CuCO3 ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് CuO കോപ്പർ ഓക്സൈഡും പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ CuO ആൻഡ് CO2 കാർബൺ ഡൈ ഓക്സൈഡും. ദെൻ നെക്സ്റ്റ്, take 2 to 3 ml solution of sodium chloride in a test tube. Add 2 to 3 ml solution of silver nitrate into it. What do you observe? അതായത് ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഡബിൾ ഡീകമ്പോസിഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് എക്സാമിൻ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. അതായത് സോഡിയം ക്ലോറൈഡും ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ക്ലോറൈഡ് എടുത്തു, മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഇക്വേഷൻ ബേസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ NaCl പ്ലസ് AgNO3 gives AgCl plus NaNO3. അതായത് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ സിൽവർ ക്ലോറൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ്, അതായത് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. NaClഉം AgNO3 ആണ് റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ളത്. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് AgClഉം NaNO3 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. Can you identify the product precipitated as a result of this reaction? ഇതിന് ഫലമായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AgCl ആണ്, സിൽവർ ക്ലോറൈഡ് ആണ്. ദെൻ ഇൻ വൺ ഓഫ് ദ റിയാക്റ്റൻസ് സോഡിയം ക്ലോറൈഡ് വിച്ച് അയോൺ ഈസ് ബോണ്ടഡ് ടു ദ സോഡിയം അയോൺ. അതായത് നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുള്ള റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സോഡിയം ക്ലോറൈഡ് ആണ്, രണ്ടാമത്തേത് സിൽവർ നൈട്രേറ്റ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ ഒരു റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണ്. ആ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയോണിൻ്റെ കൂടെ ബോണ്ട് ചെയ്തിരിക്കുന്ന അയോൺ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സോഡിയം അയോണിൻ്റെ കൂടെ ബോണ്ട് ചെയ്തിരിക്കുന്ന അയോൺ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് അയോണാണ്, NaCl ആണല്ലോ, അപ്പോൾ സോഡിയം ക്ലോറിനുമാണ്. ദെൻ എമംഗ് ദ പ്രൊഡക്റ്റ് ഫോംഡ് വിത്ത് വിച്ച് മെറ്റൽ അയോൺ ഡസ് ദ ക്ലോറൈഡ് അയോൺ കമ്പൈൻ. അതായത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ക്ലോറൈഡ് അയോൺ ആരുടെ കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് സിൽവറിൻ്റെ കൂടെ. ദ നെക്സ്റ്റ്, കൺസിഡർ ദ നൈട്രേറ്റ് അയോൺ ഇൻ ദ സെക്കൻഡ് റിയാക്റ്റൻറ്റ് സിൽവർ നൈട്രേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ റിയാക്റ്റൻസിലുള്ള ഒരാൾ സോഡിയം ക്ലോറൈഡ് ആയിരുന്നു, രണ്ടാമത്തെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ നൈട്രേറ്റ് ആണ്. വിത്ത് വിച്ച് മെറ്റൽ അയോൺ ഡസ് ദ നൈട്രേറ്റ് അയോൺ കമ്പൈൻ ടു ഫോം ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ഈ നൈട്രേറ്റ് അയോൺ ആരുടെ കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, Na അല്ലെങ്കിൽ സോഡിയം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്നാണ്. ഇൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ് അയോൺസ് ആർ എക്സ്ചേഞ്ച്ഡ്. അതായത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോഡിയം ക്ലോറൈഡിൽ ക്ലോറിൻ്റെ കൂടെയുള്ളത് സോഡിയമാണ്, അല്ലെങ്കിൽ സോഡിയം ക്ലോറിനുമാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു റിയാക്റ്റൻ്റാണ് AgNO3 സിൽവർ നൈട്രേറ്റ്. ഇതിൽ Agയുടെ കൂടെയുള്ളത് NO3 ആണ്. ദെൻ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് സോഡിയം കയ്യിലുള്ള ക്ലോറിന് സിൽവറിന് കൊടുക്കും, സിൽവറിൻ്റെ കയ്യിലുള്ള നൈട്രേറ്റിന് സോഡിയത്തിനും കൊടുക്കും. അതായത് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാണ് അവിടെ നടക്കുന്നത്. സോഡിയത്തിൻ്റെ കൂടെയുള്ള ക്ലോറൈഡ് അയോണിന് സിൽവറിനും സിൽവറിൻ്റെ കൂടെയുള്ള നൈട്രേറ്റ് അയോണിന് സോഡിയത്തിനും കൊടുത്തു പരസ്പരം. അതായത് ഒരാൾ ഒന്നിനെ വാങ്ങുന്ന സമയത്ത് മറ്റൊന്ന് പകരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് നടക്കുന്ന റിയാക്ഷനാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഓരോ കോമ്പൗണ്ടിൽ ഓരോ അയോണും എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള അയോണിനെ മറ്റൊരാൾക്ക് കൊടുക്കും, പകരം അയാളെ കയ്യിൽ നിന്ന് തിരിച്ച് ഒന്നിനെ വാങ്ങുകയും ചെയ്യും. ഇങ്ങനെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് 2 compounds റിയാക്ടിങ് വിത്ത് ഈച്ച് അതർ ഇൻ്റർചേഞ്ച് ദെയർ അയോൺ ടു ഫോം 2 new compounds. അതായത് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ഷനിൽ 2 കോമ്പൗണ്ട് പരസ്പരം റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റർചേഞ്ച് ദെയർ അയോൺ, അവരുടെ അയോണുകളെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാണ് ടു ഫോം 2 new compounds. അങ്ങനെ പുതിയ 2 കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ AB plus CD gives
AC+BD എന്ന് പറയാം. അതായത് എയുടെ കൂടെയുള്ള ബീനെ എന്ത് ചെയ്യുക, സിക്ക് കൊടുക്കുന്നു. ദെൻ സിയുടെ കയ്യിലുള്ള ഡീനെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിയും സിയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് സീനെ എ വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. Examine the chemical equation given below and identify the ions which are exchanged by the compounds. ഇവിടെ BaCl2 ബേരിയം ക്ലോറൈഡും പ്ലസ് H2SO4 സൾഫ്യൂരിക് ആസിഡുമാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, ബേരിയത്തിൻ്റെ കൂടെയുള്ള ക്ലോറിനെ അല്ലെങ്കിൽ ക്ലോറൈഡിന് ഹൈഡ്രജൻ്റെ കൂടെയുള്ള സൾഫേറ്റ് അയോണിന് ബേരിയത്തിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റായിട്ട് ഇവിടെ വരുന്നത് ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിൻ്റെ കൂടെ 2HCl ഉണ്ടാവും. അപ്പോൾ അയോണുകളെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാണ് ഇവിടെ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ദെൻ take 5 ml of dilute hydrochloric acid in a test tube, put some zinc granules in it and insert a lighted matchstick to the mouth of the test tube. What do you observe? നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് സിങ്ക് ഗ്രാനുൾസ് സിങ്ക് തരികളിടുക. എന്നിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കറിയാം എന്ത്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ ഫോം ചെയ്യുക. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ നമ്മളൊരു മാച്ച് സ്റ്റിക്ക് അല്ലെങ്കിൽ ലൈറ്റഡ് മാച്ച് സ്റ്റിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് സ്റ്റിക്ക് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്, അതായത് ഒരു പോപ്പ് സൗണ്ടോട് കൂടി ആ മാച്ച് സ്റ്റിക്ക് നല്ലപോലെ കത്തുന്നാണ് പറയുന്നത്. വിച്ച് ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്? ഇവിടെ ഈ പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആയിരിക്കും. ദെൻ നോട്ടീസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ. Zn plus 2HCl gives ZnCl2 plus H2. അതായത് ഡ്യൂറിങ് ദി കെമിക്കൽ റിയാക്ഷൻ വിച്ച് ആറ്റം റീപ്ലേസസ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്റ്റൻറ്റ് HCl ടു ഫോം ദ പ്രൊഡക്റ്റ്. അതായത് ഇവിടെയുള്ള റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സിങ്കാണ്, രണ്ടാമത്തെ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ HCl ആണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HCl ഹൈഡ്രജനും ക്ലോറിനുമാണ് ഒന്നിച്ച് നിൽക്കുന്നത്. ഇനി ആ സമയത്ത് എന്ത് ചെയ്യും, ക്ലോറിൻ അതിൻ്റെ കൂടെയുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പകരം സിങ്കാണ് അവിടെ നെക്സ്റ്റ് പ്രൊഡക്റ്റായിട്ട് വരുന്ന സമയത്ത്. അതായത് ഹൈഡ്രജനും ക്ലോറിനും ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്തു, തൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ ഒഴിവാക്കിയിട്ട് പകരം പുതിയ ഒരാൾ എന്ത് ചെയ്യുക, അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്ലേസിൽ ഹൈഡ്രജൻ്റെ പ്ലേസിൽ സിങ്കിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹൈഡ്രജൻ മാത്രമായി പോവും. അതായത് 2HCl എന്നുള്ളതിൽ ക്ലോറിൻ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഒഴിവാക്കിയിട്ട് ആ സീറ്റിലേക്ക് സിങ്കിനെ കൊണ്ടുവരും. അപ്പോൾ സിങ്ക് ക്ലോറൈഡും ദെൻ ബാക്കിയുള്ള ഹൈഡ്രജനുമാണ്. അപ്പോൾ ഡ്യൂറിങ് ദിസ് കെമിക്കൽ റിയാക്ഷൻ വിച്ച് ആറ്റം റീപ്ലേസസ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്റ്റൻറ്റ് HCl ടു ഫോം ദ പ്രൊഡക്റ്റ്. അതായത് ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റൻറ്റുള്ള ഹൈഡ്രജനിന് അല്ലെങ്കിൽ ഹൈഡ്രജന് പകരം ഏതാറ്റമാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏതാറ്റാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ സിങ്ക് ആണ് എന്ത് ചെയ്യുക, ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ആ പൊസിഷനിലേക്ക് ആ സീറ്റിലേക്ക് എത്തുന്നത്. ദ സിങ്ക് ആറ്റം റീപ്ലേസസ് ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, A plus BC gives AC plus B. അതായത് ബിയും സിയും കൂടെ ഒന്നിച്ച് നിൽക്കുമായിരുന്നു. അവിടുന്ന് എന്ത് ചെയ്തു, ഈ ബീനെ ഒഴിവാക്കിയിട്ടാണ് സി ആരെ സ്വീകരിക്കുന്നത്, എനെ സ്വീകരിക്കുന്നത്. അപ്പോൾ AC എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവും, പിന്നെ ബി മാത്രമാണല്ലോ പിന്നെ ഉള്ളത്. റിയാക്ഷൻ ഇൻ വിച്ച് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതായത് ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റ് കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുക. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. യു ആർ നൗ ഫെമിലിയർ വിത്ത് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ലിസ്റ്റ് ദെയർ ക്യാരക്ടറിസ്റ്റിക്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദെൻ ഓരോ റിയാക്ഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 റിയാക്ഷനും പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അവിടെ എഴുതിയാൽ മതി, ആ ബോക്സിൽ ഫില്ല് ചെയ്യാൻ. ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്, ക്ലാസിഫൈ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ടു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എക്സ്പാൻഡ് ടേബിൾ ബൈ ഇൻക്ലൂഡിങ് മോർ എക്സാമ്പിൾ. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ള 5 റിയാക്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് ഓരോന്നിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണമെന്നില്ല, എന്താണെന്ന് പഠിക്കണമെന്നില്ല, അത് നല്ലപോലെ അറിഞ്ഞു വെക്കുക. ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഇതേത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. അതായത് ഇവിടെ തന്നിട്ടുള്ള 5 എണ്ണത്തിന് തൊട്ട് നെക്സ്റ്റ് പേജിൽ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. ആ ടേബിളിലേക്ക് മാറ്റി ചെയ്ത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ എക്സാമ്പിളും ആഡ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് ഈ 5 ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് Zn + 2AgNO3 gives ZnNO3 twice plus 2Ag. ഇത് നിങ്ങൾക്കറിയാം. അതായത് Zn + 2AgNO3 NO3 എന്ന് പറഞ്ഞ Agയുടെ കൂടെ ആയിരുന്നു ഉള്ളത് അല്ലേ. അല്ലെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, AgNO3 എന്നുള്ളത് NO3 എന്ത് ചെയ്തു, ഏജിനെ മാറ്റി പകരം ആരെടുത്തു, സിങ്കിനെ എടുത്തു. അതായത് ഡിസ്പ്ലേസ് ചെയ്തു. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ദെൻ സെക്കൻഡ് വൺ CaCO3 gives CaO + CO2. ഇത് സിമ്പിളായിട്ട് നമുക്കറിയാം എന്താണ്, ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ് അല്ലേ. അതായത് ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 or more കോമ്പൗണ്ട്സ് ആയിട്ട് മാറുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ 2HI gives H2 + I2. അതായത് HI എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് H2 I2 ആയി മാറുക. അപ്പോൾ സെക്കൻഡും തേർഡും ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ദെൻ ഫോർത്ത് വൺ CuNO3 twice plus Na2S gives CuS + 2NaNO3. ഇത് ഒരു ഡബിൾ ഡീകമ്പോസിഷനാണ്. അതായത് അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാണ്. സിയുടെ കൂടെയുള്ള NO3 എന്നേൻ്റെ കൂടെ ആവും. ദെൻ എന്നേൻ്റെ കൂടെയുള്ള എസ് എന്ത് ചെയ്യുന്നത്, സിയുടെ കൂടെ ആവും. അപ്പോൾ ഇതൊരു ഡബിൾ ഡീകമ്പോസിഷനാണ്. ദെൻ ഫിഫ്ത്ത് വൺ SO2 + H2O gives H2SO3. അതായത് 2 or more കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ട് മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. 2 or more സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ടായിട്ട് മാറുക. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ് ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പകുതി പോർഷൻ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. സോ താങ്ക് യു. ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.